ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവരത് ആ വഴിയിലൂടെ പോകുന്നു, ഞാൻ ഈ വഴിയിലൂടെ പോകുന്നു. ഇതിന് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പയ്യനും പെൺകുട്ടിയുടെ ഇടയിലുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടിക്ക് ഏത് വിധേനയും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, ആൺകുട്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൺകുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന കുറേ സൗഹൃദങ്ങൾ, പക്ഷേ പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില സൗഹൃദങ്ങൾ വേണ്ടെന്ന് ആൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൺകുട്ടി പറയുന്ന ചില സൗഹൃദങ്ങളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത്, അവളോട് പ്രണയാഭ്യർത്ഥനയായിട്ട് വന്നിട്ട് കുറെ നാളുകൾ നല്ല രീതിയിൽ സംസാരിച്ചു, അവസാനം പ്രണയത്തിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ, ഇഷ്ടമാണ്, കാത്തിരിക്കും, ഏത് കാലം വരെയും കാത്തിരിക്കും, നിന്റെ ഒരു യെസ് എന്ന മറുപടി മതി എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയുടെ അടുത്ത് അവരയക്കുന്ന മെസ്സേജുകൾക്കും അവരയക്കുന്ന കോളുകൾക്കും എല്ലാം റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ആൺകുട്ടി എന്താണ് വിചാരിക്കുക? പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുള്ള ആൺകുട്ടി അത് പച്ചക്കൊടിയായിട്ട് കാണുമോ, അതല്ല ഇവൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്നുള്ളതായിട്ട് കാണുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ടാമത്തെ ചോദ്യം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒരു പ്രണയാഭ്യർത്ഥനയായി വന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഇനി അധികം കോണ്ടാക്ട് വേണ്ട, അവർ വരുന്ന മെസ്സേജുകൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ റിപ്ലൈ ചെയ്തോളൂ, പക്ഷേ കാണണം, മിണ്ടണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ, അതിനെ പറ്റില്ല എന്ന് കടക്കായിട്ട് മുറിച്ച് പറയാൻ കഴിയാത്ത ഒരു സൗഹൃദത്തിൽ, ഒരു ബന്ധത്തിൽ ആ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ? ആ ആൺകുട്ടിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പെൺകുട്ടിയാണെങ്കിൽ പറയുന്നത്, ഞാൻ നിങ്ങളുമായിട്ടാണ് അഫയറിലുള്ളത്, എൻ്റെ പ്രണയബന്ധം നിങ്ങളോടൊപ്പമാണ്, അതിന് ഇനിയിപ്പോൾ ഞാൻ ഒരാളെ കാണാൻ പോയിന്നോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് കരുതിയിട്ടോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവരുടെ സൗഹൃദം അറിയില്ല എന്ന് ഹൈഡ് ചെയ്തിട്ട്, എൻ്റെ മാതാപിതാക്കളോ ബാക്കിയുള്ളവരോ അവരുടെ സൗഹൃദമൊന്നും ആരും, എൻ്റെ ഒരു സൗഹൃദവും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ അറിയില്ല. എൻ്റെ ഒരു സൗഹൃദം, എൻ്റെ അല്ല കേട്ടോ, പെൺകുട്ടിയുടെ. എൻ്റെ എല്ലാ സൗഹൃദവും എൻ്റെ വൈഫിനും ഉമ്മാക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അറിയുന്ന ചെറുപ്പകാലം മുതലേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ബന്ധങ്ങളിലുള്ള പെൺകുട്ടിയുടെ സൗഹൃദം ഒരാളിൽ പോലും, കാരണം അവരുടെ സുഹൃത്തുക്കളിൽ ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് ആളുകൾക്കല്ലാതെ അവരുടെ ഫാമിലിയിൽ പെട്ടുന്ന ഒരാൾക്കും അവരുടെ സൗഹൃദത്തെ പറ്റി അറിയില്ല. അവർ നല്ല സൗഹൃദമാണെങ്കിലും ഇതേപോലെ അഫയർ പറഞ്ഞു വന്നിട്ടുള്ളവരുടേതാണെങ്കിലും ഒന്നും അറിയില്ല. അതിനോട് അങ്ങനെ നമ്മുടെ നല്ല സൗഹൃദങ്ങളാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അറിയുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരാവട്ടെ കഴിയാത്തവരാവട്ടെ, ഇപ്പം എൻ്റെ എല്ലാ സൗഹൃദങ്ങളും എൻ്റെ വൈഫിനെ അറിയുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഇന്ന ഫ്രണ്ടാണെന്നുള്ള അറിയുന്നതിൽ തെറ്റുണ്ടോ ഇല്ലേ? അതുപോലെ ഫ്രണ്ട്സിന് അവരുടെ ഫാമിലികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഉപ്പ ഉമ്മ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ്, അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നതിൽ തെറ്റുണ്ടോ ഇല്ലേ? അതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. അപ്പം അതൊക്കെ അവർക്കിടയിൽ വലിയ വലിയ ഇഷ്യൂസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഇതുപോലെ ചെറിയൊരു ഇതൊക്കെ വന്നു, ഞാനന്ന് അവരുടെ ഒപ്പം സംസാരിച്ചു, കാര്യങ്ങളായി, അതൊക്കെ ഒന്ന് സോൾവ് ആയി വന്നപ്പോൾ മിനിയാന്ന് ഞാൻ പോയപ്പോഴാണ് വീണ്ടും, മിനിയാന്ന് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ അങ്ങനെ പോയി, അങ്ങനെയാണ് അവനെ കണ്ടുമുട്ടിയത്. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അന്ന് അവിടുന്ന് ഒരു സംസാര വിഷയം ഉണ്ടായപ്പോൾ വീണ്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനൊരു, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കൂടെ എനിക്ക് അറിയണമെന്ന് തോന്നി. നമ്മുടെ നല്ല സുഹൃത്തുക്കളിലെ നല്ല ചിന്തകളിലൂടെ ചിന്തിക്കുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ അഭിപ്രായം അതിലൊന്ന് അറിയണമെന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം തരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല മറുപടികൾ, ഉൾക്കൊള്ളാൻ പറ്റുന്ന മറുപടികൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടായിട്ട് ഈ ചോദ്യം ചോദിച്ചു തന്നത്. കാരണം നമ്മളെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്, അവരോട് മാത്രമായിട്ട് ചോദിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. ഏത് തരം ആണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ കമൻറ്റുകളും ഉൾക്കൊള്ളും, എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളും. ഞാൻ എൻ്റെ കുറേ നിലപാടുകളുണ്ട്, ആ നിലപാടുകളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ എൻ്റെ നിലപാടുകളെല്ലാം ശരിയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.
അപ്പോൾ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഈ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടു എന്ന്